CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഭീകരാക്രമണം നിലയ്ക്കാതെ അതിർത്തി ഗ്രാമങ്ങൾ. ഓപ്പറേഷൻ നാദർ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ ആസിഫ് ഷേഖ് അടക്കമുള്ള 3 ലക്ഷർ ഭീകരരെയാണ് വധിച്ചത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനസേവന കേന്ദ്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസുകളെന്ന് രമേശ് ചെന്നിത്തല MLA. നവീകരിച്ച കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെയും ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഭവൻ CT ഗീവർ സ്മാരക കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കീച്ചേരിയിലെ പെരുവൻമലയിലെ കുടിവെള്ള സംഭരണിയുടെ പൂട്ട് വീണ്ടും തകർത്ത് സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പോലീസ് പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ്. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1560 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ ഒരു മാസത്തിന് ശേഷം സ്വർണ്ണവില 69,000-ന് താഴെയെത്തി. കീച്ചേരിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10 വയസ്സുകാരനുൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി CPIM നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി. ചരിത്ര വിജയത്തിന്റെ ഭാഗമായതിന്റെ അഭിമാനത്തിൽ കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KK ബിജു. നാടൻപാട്ട് കലാകാരൻ സുമേഷ് യാത്രയായി. നാടൻപാട്ട് കലാകാരനും മേക്കപ്പ് മാനുമായ തിപ്പിലശ്ശേരി കോത്തുള്ളി വീട്ടിൽ 42 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. ഷെബീർ അണ്ടത്തോടിന്റെ 13ാമത് പുസ്തകം ഹൃദയം തൊട്ട് സൂക്ഷ്മ കവിതകൾ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി മെയ് 18 ഞായറാഴ്ച പിറവികൊണ്ട മണ്ണിലേക്ക് വീണ്ടും എത്തുന്നു. ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പരിധിയിലെ ക്ഷീരകർഷകർക്കായി രാത്രികാല മൃഗചികിത്സാ സേവനങ്ങൾ ആരംഭിച്ചു. P. നന്ദകുമാർ MLA മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ക്ഷീരകർഷകരുടെ വികസനത്തിനു വേണ്ടി ലോകബാങ്കിൽ നിന്ന് ലഭിച്ച 1300 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചെറുവത്താനിയിൽ കർഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലപ്പള്ളി വീട്ടിൽ 58 വയസ്സുള്ള ദേവദാസാണ് കുടുംബക്ഷേത്രത്തിലെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ചത്. ഒരുവനയൂരിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ പ്രീമിയർ ലീഗിന്റെ 15ാമത് സീസണ് തുടക്കമായി. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സൂഫി വര്യനുമായ ഉമർ ഗാസി റളിയല്ലാഹു അൻഹു ചരിത്ര സെമിനാറിന്റെ ഉദ്ഘാടനവും രാഷ്ട്ര സേവാ അവാർഡ് വിതരണവും നടന്നു. അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ 77ാമത് മദ്ദളകേസരി കുളമംഗത്ത് നാരായണൻ നായർ അനുസ്മരണവും എൻഡോൺമെന്റ് വിതരണവും നടത്തി. അഗതിയൂർ കലശമല ആര്യലോകാശ്രമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ ആര്യശക്തിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.